ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ, യൂട്യൂബ് ചാനൽ ഗെയിം ഒറിജിൻ ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മൂവി റിവ്യൂ ആണ്. ഞാൻ ഇന്നലെ ഒസിലറ പോയി കണ്ടു. ഇന്നലെ രാത്രി 10 മണിക്കുള്ള ഷോ ആയിരുന്നു. സോ 12:30 ആയപ്പോൾ ഇവിടെ എത്തി. അതുകൊണ്ട് ഇന്നലെ രാത്രി എടുക്കാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ഞാൻ എടുക്കുവാണ്. അപ്പോൾ എബ്രാം ഓസിലർ, മിഥുൻ മാനുവൽ തോമസ് എന്നുള്ളൊരു മലയാളികളുടെ സ്വന്തം എന്താ പറയുക, ആട്, അഞ്ചാം പാതിര എന്നീ പടങ്ങളെടുത്ത എന്താ പറയുക ഡയറക്ടർ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ റൈറ്റർ. പക്ഷെ ഈ പടത്തിൽ എബ്രാം മുസിലർ എന്ന പടത്തിൽ പുള്ളിയല്ല സ്ക്രീൻ പ്ലേ ഓർ റൈറ്റർ. ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത് രൺധീർ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ്. ഹീസ് എ ഹീസ് എ ഡോക്ടർ. സോ ഈ പടത്തിൻ്റെ ഉടനീളം ഒരു മെഡിക്കൽ പ്രൊഫഷൻ അല്ലെങ്കിൽ മെഡിക്കൽ ടേംസ് ഒരുപാട് യൂസ് ചെയ്യുന്നത്, അതൊക്കെ അത്യുഗ്രനായിട്ടാണ് അത് മിഥുൻ മാനുവൽ തോമസ് ഡയറക്റ്റ് ചെയ്യുന്നത്. പിന്നെ പടം ഞാൻ പറഞ്ഞ പോലെ എന്താ പറയാ, ഇത് ഒരു എന്താ പറയാ, ഈ ഒരു മെഡിക്കൽ ഫീൽഡ് തന്നെ ആയതുകൊണ്ട് കുറെ ഇങ്ങനത്തെ ടൈംസ് ആയതുകൊണ്ട് കുറെ പേർക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പടം വാസ് ഔസം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറയുന്നത്, ഞാൻ വേറെ ആരുടെ ഒപ്പീനിയനും അല്ല പറയുന്നത്. പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജയറാമേട്ടൻ്റെ, ജയറാം സാറിൻ്റെ ഒക്കെ അഭിനയമാണെങ്കിലും ആ ഒരു എന്താ പറയാ, പുള്ളീസിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ കുഴപ്പം പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറെ പേരുടെ അഭിനയം എനിക്ക് അത്ര ശരിയായിട്ടില്ല. ഒരു ഭയങ്കര നാടകീയ രീതിയിലാണ് കുറേ പേരുടെ അഭിനയം. എല്ലാവരുടെയും അല്ല. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ജയറാം ആണെങ്കിലും, അല്ലെങ്കിൽ അനശ്വര ആണെങ്കിലും, അർജുൻ ആണെങ്കിലും, അർജുൻ അശോകനാണെങ്കിലും, അങ്ങനെ കുറേ പേര്, ജഗദീഷ് ആണെങ്കിലും, അവരെയൊക്കെ അഭിനയം പക്ക ഇതാണ്. പക്ഷെ കുറേ പേര് ഈ ഈ സെന്തിൽ കുമാറില്ലേ, പുള്ളിയുടെ അഭിനയം എനിക്ക് ഭയങ്കര ഇതിൽ ആപ്റ്റ് അല്ലാത്തത്. ഭയങ്കര നാടകീയത തോന്നി. എനിക്ക് പേഴ്സണലി തോന്നിയതാണ്. ഐ ഡോണ്ട് നോ വാട്ട് അബൌട്ട് അതേഴ്സ്. പക്ഷേ എനിക്ക് ഓവറോൾ എടുക്കുമ്പോൾ പടം എനിക്ക് ഇഷ്ടമായി. ആൻഡ് ഈ പടത്തിന് പ്രൊഡ്യൂസർ ആൾസോ മിഥുൻ മാനുവൽ തോമസ്, കോ പ്രൊഡ്യൂസറാണ് മിഥുൻ മാനുവൽ തോമസ്. അപ്പോൾ ഈ ഒരു പടത്തില് ജയറാം എന്നുള്ള ഒരാൾക്ക്, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ഈ ട്രെയിലർ കണ്ട പോലെ പുള്ളി ഈസ് എ പോലീസ് ഓഫീസർ. ആൻഡ് എന്താ പറയുക, ഭയങ്കര ഒരു എന്താ പറയുക, വിഷാദ രോഗം ബാധിച്ച ഒരു പോലീസ് ഓഫീസറാണ്. അത് എന്തിനാണ് എന്നാണ് പുള്ളി പറയുന്നുണ്ട്. ഐ മീൻ ഈ ഒരു സിനിമ പറയുന്നുണ്ട്. അല്ലാതെ വെറുതെ ഒരു ഇതല്ല. എല്ലാ സിനിമയിലും പറയുന്ന പോലെ ഇതാണ് റീസൺ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അതുകൊണ്ട് ഈസ് മേക്കിംഗ് ബിയേർഡ്, അത് താടിയൊക്കെ വച്ചിട്ട് വരുന്നു, അത് പറയുന്നുണ്ട്. എനിവേ, ഇത് സോ അതിലെല്ലാം ആപ്റ്റ്. മിഥുൻ മാനുവൽ തോമസ് അല്ലല്ലോ സ്ക്രീൻ റൈറ്റർ. പക്ഷെ ഈ രൺധീർ കൃഷ്ണ എന്നുള്ള റൈറ്റർ, പുള്ളി ഈച്ച് ആൻഡ് എവറിത്തിങ് എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. എന്താണ്, എങ്ങനെയാണ്, എന്തിനാണ്, എപ്പോഴാണ്. അതെനിക്ക് പക്ക ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്കൊരു പടം കഴിയുമ്പോൾ ഓക്കെ, ഇതിനാണ് ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല, കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ഞാൻ കേട്ടു. ഞാൻ കുറെ റിവ്യൂസ് ഒക്കെ നോക്കി. പക്ഷെ എനിക്ക് ആ റിവ്യൂസിലോടൊന്നും ഒട്ടും യോജിക്കുക. ചിലവർ പറയുന്നു ഇത് ജയറാം സാറിന് ജയറാമേട്ടന് പറ്റാത്തൊരു ക്യാരക്ടറാണ്. ഞാൻ പറയട്ടെ, ജയറാമേട്ടന് എല്ലാവർക്കും പറ്റുന്ന ക്യാരക്ടറാണ്. പക്ഷെ ജയറാം എന്നുള്ളൊരു നടൻ അഭിനയിച്ചപ്പോൾ ഇതിന് കുറച്ചും കൂടെ നമുക്ക് ഒരു ഡെപ്ത് തോന്നി. എനിക്ക് പേഴ്സണലി, ഐ ഡോണ്ട് നോ, ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാര്യം, ഇതിപ്പോൾ ഞാൻ പറയുന്നതുകൊണ്ട് ഇതിപ്പോൾ വേറൊരു സ്ഥലത്തിലോട്ട് എത്തണ്ട. എന്തായാലും ഇത് എൻ്റെ ഒപ്പീനിയനാണ്. ഐ ഡോണ്ട് നോ വാട്ട് അബൌട്ട് അതേഴ്സ്. ഇത് കുറേ പോലീസ് ഓഫീസേഴ്സൊക്കെ എനിക്ക് ഈ ഡയലോഗ്സ് പറയുമ്പോൾ നാടകീയത തോന്നി. അത് ഞാൻ പറയേണ്ടത് പറയണമല്ലോ. ഈ ഒരു പിന്നെ ഈ അർജുൻ അശോകന്റെ ക്യാരക്ടർ ആണെങ്കിലും, നിങ്ങൾ ആ ട്രെയിലർ കണ്ട ആ ഒരു ക്യാരക്ടർ, പിന്നെ ഇതിൽ ക്യാമിയോ അപ്പിയറൻസ് ആയ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സമയം കൊണ്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, മമ്മൂട്ടി എന്നുള്ളൊരു നടൻ. അത് ഞാനായിട്ട് റിവീൽ ചെയ്യുന്നതല്ല, ഈ ആരും റിവീൽ ചെയ്തതല്ല, ആ ഒരു സിനിമാക്കാർ, ഐ മീൻ ഈ മിഥുൻ മാനുവൽ തോമസ് അല്ലെങ്കിൽ ഈ ഒരു പടം എടുക്കുന്നവർ തന്നെ റിവീൽ ചെയ്തതാണ്. സോ ഇനി ആക്ച്വലി ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു, സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ആ ഒരു സ്ലോ പേസിൽ വന്നുകൊണ്ടിരുന്ന പടമാണ് ഈ പടം. എന്നുവെച്ചാൽ ജയറാം എന്ന നടന്റെ മാസ് എന്ന് കാണിക്കാൻ ഈ പടത്തിൽ ഒന്നുമില്ല. ഉം. ഒന്നുമേ ഇല്ല. പക്ക നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ അഞ്ചാം വാതിൽ കുഞ്ചാക്കോയുടെ ക്യാരക്ടർ എന്താ, അതും അതേപോലെ തന്നെയാണ്. അതേപോലെ പോയിക്കൊണ്ടിരിക്കുന്ന ക്യാരക്ടറാണ്. ബട്ട് അഞ്ചാം വാതിൽ ആരാണ് വില്ലൻ എന്നത് നമുക്ക് അറിയാൻ പറ്റില്ല.
പക്ഷെ ഇതില് നമുക്ക് ഒരു വിധമാവുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓ! ഇങ്ങനെയാണല്ലേ എന്ന് മനസ്സിലാവും. അത് മാത്രേ ഉള്ളൂ ഈ ഒരു പടത്തിന്റെ ഒരു ഇത്. പിന്നെ എല്ലാ പടത്തിലും ഒരേ ട്രാക്ക് പിടിക്കാൻ പറ്റത്തില്ലല്ലോ. മിഥുൻ മാനുവൽ തോമസ് എന്ന ഒരാൾക്ക്. ഏഹ്? അപ്പൊ ഒരിക്കലും 5-ാം പാതിര പ്രതീക്ഷിച്ച് പോകണ്ട. എനിവേ അപ്പൊ സെക്കൻഡ് ഹാഫില് ഈ ഒരു നമ്മളെ മമ്മൂട്ടി സാർ വരുമ്പോ, മമ്മൂട്ടിക്ക വരുമ്പോ പടം കുറച്ചുകൂടെ മാസായി പടം. ഓക്കെ. അതൊരു ലെവല് ലൈക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന പടത്തില് പുള്ളി വന്നപ്പോ ഇങ്ങനെ ഗ്രാഫ് അങ്ങ് കൂടി. ഉം. മനസ്സിലായില്ലേ? ആ ഒരു മാസ് എലമെന്റ് പക്കായിട്ട് കൂടി. പിന്നെ ആ മമ്മൂട്ടിയുള്ള കുറച്ച് ഭാഗങ്ങൾ, മമ്മൂട്ടിയുള്ള ക്യാരക്ടർ യു വിൽ തിങ്ക് ലൈക്ക് മമ്മൂട്ടിയാണോ ഇനി ഈ സിനിമയുടെ മെയിൻ ക്യാരക്ടർ എന്ന് തോന്നും. അങ്ങനെ മമ്മൂട്ടി എന്നൊരു നടൻ എടുത്തു വച്ചിട്ടുണ്ട് മിഥുൻ മാനുവൽ തോമസ്. ഒരു ജയറാമേട്ടന്റെ പടത്തിൽ കയറി ഒരു എന്താ പറയാ ഒരു അരമണിക്കൂർ അല്ല അരമണിക്കൂർ ഉണ്ടാകുന്ന എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ നമുക്കൊരു റൗണ്ട് ചെയ്ത അരമണിക്കൂർ 20 മിനിറ്റ് എന്ന് പറയും. ആ 20 മിനിറ്റ് ദ ഹോൾ ഫിലിം പുള്ളിയാണ് മമ്മൂട്ടിയാണ് സിനിമയിലെ നടൻ എന്ന് നമുക്ക് തോന്നും. അത് ഹാറ്റ്സ് ഓഫ് ടു മമ്മൂട്ടി എന്നുള്ളൊരു നടൻ എന്നുള്ള ഹീറോ. ലൈക്ക് അവരൊക്കെ എന്തുകൊണ്ട് ഇപ്പോഴും ഇങ്ങനൊരു ലൈക്ക് ഇപ്പോ കണ്ണൂർ സ്ക്വാഡ് എന്ന പടത്തിലാണെങ്കിലും ഏഹ് ഇപ്പൊ ഈ മമ്മൂട്ടി എന്നുള്ളൊരു ആളില്ലായിരുന്നെങ്കിൽ അതെങ്ങനെ പോകുന്നവരുണ്ട്. നല്ല കഥയാണ് എല്ലാം ആണ്. ഇപ്പൊ കുറെ പടങ്ങൾ കുറെ നല്ല പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. ആരും അറിയാതെ പോകുന്നുമുണ്ട്. സോ ഞാൻ പറയുന്നത് താരമൂല്യം അതൊരു ഉള്ള കാര്യമാണ് കേട്ടോ. സോ ഇതില് വേറെ പറയാനായിട്ട് തേനീശ്വറിന്റെ ക്യാമറ നൈറ്റ് ആണ്. കുറെ നൈറ്റ് ഉണ്ട്. ഒരു 60-70% നൈറ്റ് 60% നൈറ്റ് ഷൂട്ടാണ് ഇതില്. പിന്നെ എന്താ പറയാ മിഥുൻ മുകുന്ദന്റെ ബീജിയം എടുത്തു പറയേണ്ട സാധനമാണ് കേട്ടോ. മോനെ ബീജിയം പക്ക ബീജിയമാണ്. ലൈക്ക് ചില ഈ നമ്മളെ റോഷാക്കില്ലേ, റോഷാക്കിന്റെ അതേ മ്യൂസിക് ഡയറക്ടറാണ് ഇത്. ഏഹ് അതേപോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടില്ലെങ്കിലും വേറൊരു തരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിലെ ബീജിയമും ഈ ടൈറ്റിൽ കാർഡും പിന്നെ മമ്മൂട്ടി വരുമ്പോഴൊക്കെ ഉള്ള ആ ഒരു ഇൻട്രോയും അപ്പോഴൊക്കെ ഇട്ട ആ മ്യൂസിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗ് ഇതിലൊരു സീനുണ്ട്. ലൈക്ക് ഒരു ഫുൾ മറ്റേ ഫുൾ ഇരുട്ടില് ലൈക്ക് വെളിച്ചം മാത്രം വരുന്ന വെച്ചാൽ ആ ഒരു എന്താ പറയാ ലൈറ്റ്നിങ് ഇല്ലേ, മിന്നലിന്റെ ലൈറ്റിന് മാത്രം വരുന്ന ആ സമയത്തൊക്കെ എഡിറ്റിംഗ് കാണിക്കാൻ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അത് എഡിറ്റിങ്ങിന്റെ ആവശ്യമില്ല, വേറെ കാര്യം. എനിവേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ എഡിറ്റിംഗ്. സോ ഓവറോൾ നോക്കുമ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഇനി പടം ഇഷ്ടപ്പെട്ടു, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് അബൌട്ട് അതേഴ്സ് ആൻഡ് വാട്ട് ദേ ആർ തിങ്കിങ്. ഇനി പടം ഇഷ്ടപ്പെട്ടു. ജയറാം സാർ എന്നുള്ള ആ നടൻ അഭിനയിച്ചുകൊണ്ട് ഈ പടം എന്താ പറയാ കുറച്ചുകൂടെ നമുക്ക് നീ ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലോ സുരേഷ് ഗോപിയോ ഈ എല്ലാവരും പറയുന്ന പോലെ ബാക്കി എല്ലാവരും അഭിനയിച്ച ഓക്കെയാണ് പടം. ജയറാം ഇതുവരെ എടുക്കാത്തൊരു പടം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ട്. കുഞ്ചാക്കോൻ എന്താ പറയുക 5-ാം പാതിര എടുത്തപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാൻ കാര്യം എന്താ, അതിലൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. പുള്ളി ഇതുവരെ അഭിനയിക്കാത്തൊരു പടമാണ് ആ ഒരു ജേണി. ആ ജേണിയിൽ കുഞ്ചാക്കോ ജേണിയിൽ ഇങ്ങനത്തെ ഒരു പടം ഇല്ല. അതുകൊണ്ട് നമുക്കെല്ലാം ഇങ്ങനെയും കുഞ്ചാക്കോന് അഭിനയിക്കാൻ പറ്റുന്നില്ലേ എന്ന് നമുക്ക് കാണിച്ചു. സോ അത്രേ ഉള്ളൂ. ജയറാം എന്നുള്ള നടന് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റും എന്ന് ലൈക്ക് ഒരു എന്താ പറയാ ഇങ്ങനത്തെ ഒരു എന്താ സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലറിൽ അഭിനയിക്കാൻ പറ്റിയെന്ന് നമുക്ക് കാണിച്ചു തന്നു മിഥുൻ മാനുവൽ തോമസ്. ദാറ്റ്സ് ഓൾ. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ലെന്തി ആയി പോയെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് പറയേണ്ടതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, പടം ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. തേനി ഈശ്വർ ആണെങ്കിലും നമ്മുടെ മിഥുൻ മുകുന്ദനാണെങ്കിലും ഷമീർ മുഹമ്മദ് ആണെങ്കിലും എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്തു പറയാനുള്ളത് ജഗദീഷ് എന്നുള്ള നടന്റെ ലൈക്ക് അതിൽ വലിയ അഭിനയിക്കയില്ല. ഇതിലൊരു ന്യൂട്രൽ ക്യാരക്ടറാണ്. അതുകൊണ്ട് വലിയൊരു എക്സ്പോസിങ് ക്യാരക്ടറായിട്ട് നമുക്ക് ഈ പറയത്തക്ക ഈ ഫാലിമീല് പോലെ ഒന്നും പറയത്തക്ക വിധത്തിൽ അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. സോ ദിസ് ഈസ് ഓൾ ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. സംഭവം വൺ ടൈം വാച്ചബിൾ ആണ്. ആസ് യൂഷ്വൽ വൺ ടൈം വാച്ചബിൾ ആണ് എല്ലാ പടത്തിനെയും പോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.